ഞാനിപ്പോ വരാം. എന്താ ഇവിടെ? ഹോട്ടലിൽ നിർത്തി മുതലാളി പോയി. എന്താ അപ്പ ഇത്? എന്തുണ്ടായി? മുതലാളി ഹോട്ടലിൽ നിർത്തി പകുതി വാങ്ങി നാട്ടിലേക്ക് പോയി. നിങ്ങളുടെ അവകാശങ്ങളെ കിട്ടിയില്ലേ? ഓ കിട്ടി. സമരക്കാലത്ത് കുടുംബ ചെലവ് നടത്തിയ കടം വീട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കോടതി ഞങ്ങൾ ഇവിടെ ഒഴിപ്പിക്കാൻ പോരെ? നിനക്കൊക്കെ തൃപ്തിയായില്ലേ? ഇനി നീ എങ്ങോട്ടാ പോകുന്നത്? നടു റോട്ടിലേക്ക്. ഈ പട്ടണത്തിൽ ഞങ്ങളെ പോലുള്ളവർക്ക് അന്തി ഉറങ്ങാൻ വേറെ എവിടെ സ്ഥലം കിട്ടും? എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ? വഴിയാധാരമായ 10-16 കുടുംബങ്ങളെ നിനക്ക് പോറ്റാം. ഞങ്ങൾക്കുണ്ടായിരുന്ന അന്നം മുട്ടിക്കാനല്ലാതെ ഒരു ജോലി വാങ്ങിച്ചു തരാൻ നിനക്കോ നിന്റെ യൂണിയനോ കഴിയുമോ? വഴി ആദ്യമൊക്കെ എനിക്കത് രസമായിരുന്നു. സമരവും പിക്കറ്റിങ്ങും അടിയും ബഹളവും ഒക്കെ. ഞാൻ ആരോ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. പീറ്റർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ള നിന്റെ പോക്ക് ശരിയല്ലെന്ന്. അന്ന് ഞാനതൊന്നും കേട്ടില്ല. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ കാരണം ഇതുപോലെ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ടാവും. ചേട്ടൻ എന്തിനാ ദേഷ്യമെന്ന് എനിക്കറിയാം. എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ സ്ഥാനത്ത് നിന്നാണ് ചേട്ടൻ എന്നെ വളർത്തിയത്. ഇന്ന് വരെ എൻ്റെ സന്തോഷമേ ചേട്ടൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാനും രാമും തമ്മിൽ ഇഷ്ടമാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ചേട്ടൻ എതിര് പറയില്ലെന്ന് കരുതിയ ഞങ്ങൾ തമ്മിൽ അടുത്തത്. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാനിനി ഒരിക്കലും രാമുവിന്റെ അടുത്ത് പെരുമാറില്ല. പറയൂ ചേട്ടാ, ചേട്ടന് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമല്ല. എന്താ മേരി? പീറ്റർ വല്ലതും പറഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് പറയില്ലേ? പറയാൻ. അപ്പൻ ആന്റിയെ വഴക്ക് പറഞ്ഞു. അതാ. പീറ്റർ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? മേരിയും കൂടെ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. പീറ്ററിന് എന്നോട് പിണക്കാ, എനിക്കറിയാം. എന്നാലും മേരിക്ക് എന്നോട് ഇഷ്ടമാണ്. മേരിയുടെ ഈ പെരുമാറ്റം ചേട്ടൻ പറഞ്ഞിട്ടായിരിക്കും. എനിക്ക് അതിന്റെ കാരണം അറിയണം.
എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടോ അതോ വേറെ ജാതി ആയതുകൊണ്ടോ എന്നെ വേണ്ടാത്തത്? നിന്റെ ജാതിയും മതമൊന്നും എനിക്ക് കാര്യമല്ല. മേരിയെ ഞാൻ എന്റെ മോളെ പോലെ വളർത്തിയത്. നിന്നെ പോലെ ഉത്തരവാദിത്തമില്ലാത്തതിനോട് പൊറുക്കാൻ ഞാനുള്ള വിടില്ല. ഇന്ന് വരെ ഒരു ദിവസമെങ്കിലും നീ മാനമായ ഒരു ജോലി ചെയ്തിട്ടുണ്ടോ? അടി, ഇടി, വെട്ട്, കുത്ത് അല്ലാതെ നിനക്ക് എന്തറിയാം? നിന്നെ പോലെ ഊച്ചാളിക്ക് എന്റെ പെങ്ങളെ ഞാൻ കൊടുക്കില്ല. ചേട്ടാ, ചേട്ടന് തെറ്റിപ്പോയി. രാമപ്പോ അതിനൊക്കെ മാറി. എങ്കിലും അവനെ യൂണിയൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യട്ടെ. നിന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കാം. യൂണിയനിൽ നിന്ന് ഞാൻ മാറില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പലർക്കും അതുകൊണ്ട് ദോഷം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാ, വേറെ ജോലിയും കിട്ടും. പക്ഷെ എന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ തിരുത്തണം. എന്ന് ഞാനൊരു ഊച്ചാളിയല്ലെന്ന് പീറ്ററിന് തോന്നുന്നു, അന്ന് മേരിയെ എനിക്ക് കല്യാണം കഴിച്ചെന്നാ മതി. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ജോലിക്ക് അപേക്ഷയുടെ ലിസ്റ്റ് ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം അമ്പലമേട്ടിലുള്ള അവരുടെ ഓഫീസിൽ ചെന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. അതിന് ഇവിടുന്ന് വല്ല ചിറ്റും വാങ്ങിച്ചോണ്ട് പോണോ സാർ? വേണ്ട, നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കാർഡ് കാണിച്ചാൽ മതി. അതാണ് ഫാക്ടറി കെട്ടിടത്തിലുള്ള സ്ഥലം. ആ കാണുന്നൊക്കെ അതിനപ്പുറം വേറെയും ഉണ്ട്. അവിടെയൊക്കെ ഓഫീസ് കെട്ടിടങ്ങളായിരിക്കും. അതെ, ഫാക്ടറിയിലെ ഈ റോഡുകൾക്ക് ഏകദേശം 4 കിലോമീറ്ററോളം നീളം വരും. ഇതിന്റെ പണി ഒരാഴ്ച കൊണ്ട് പൂർത്തിയാവും. വെരി ഗുഡ്. മിസ്റ്റർ മേനോൻ, സർ, എത്രയും വേഗം പ്രൊഡക്ഷൻ ആരംഭിക്കണം. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഞങ്ങൾ എന്ത് സഹായവും ചെയ്തു തരും. ഷെഡ്യൂൾ ഡേറ്റിൽ തന്നെ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാമെന്നുള്ളത് ഞങ്ങളുടെ മന്ത്രിസഭയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് ഇതെന്റെ നിയോജകമണ്ഡലമാണെന്ന് അറിയാമല്ലോ. ഇവരൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാമെന്നവരാ. പണി പൂർത്തിയാകുമ്പോൾ എത്ര പേർക്ക് ജോലി കൊടുക്കാം? 3000 പേർക്ക് ഇവിടെ ജോലി ഉണ്ടാവും. ഓഹോ, നിങ്ങളൊക്കെ ജോലിക്ക് അപേക്ഷിക്കാൻ വന്നവരാണല്ലേ? അതെ. ഞങ്ങളുടെ ഗവൺമെന്റ് നിങ്ങളെപ്പോലുള്ള യുവജനങ്ങൾക്ക് തൊഴിലുണ്ടാക്കാൻ ഇത്തരം ധാരാളം ഫാക്ടറി ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. ഒരു നല്ല നാളെയുടെ വാഗ്ദാനമായി ഇതിനെ മാറ്റിയെടുക്കാൻ പോകുന്നത് നിങ്ങളാണ്. നമസ്തേ. സലീമിന്റെ മുഖത്തെ സന്തോഷം കണ്ടാ തോന്നും അവൻ ഇപ്പോഴേ ജോലി കിട്ടിയ പോലെയാണെന്ന്. ഫാക്ടറി ഒന്ന് തുടങ്ങിയ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടും. ഇപ്പൊ ഇവിടെ ഫാക്ടറി പണിത് പൊങ്ങി വരണ്ടേ? കെട്ടിടം പണി പെട്ടെന്ന് തീരും. മെഷീനറി മുഴുവൻ അസംബിൾ ചെയ്ത് വരികയല്ലേ. അത് ഇറക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രൊഡക്ഷൻ തുടങ്ങും. ഇവിടെ മുഴുവൻ ഫാക്ടറി കെട്ടിടങ്ങളും പുകക്കുഴലുകളും കൊണ്ട് നിറയും. അവിടേക്ക് നമ്മളൊക്കെ ജോലി ചെയ്യാനായിട്ട് വരും. നമസ്കാരം. സാറൊക്കെ ഇവിടെ വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബഹുമതിയാണ്. ഇരുന്നിട്ട് ജനാർദ്ദൻ ഇരിക്കും. തന്റെ പുതിയ വീട് കൊള്ളാമല്ലോ. ഓ, ഞാനിങ്ങനെ ഒരു ചെറിയ വീട്. ഇരുന്നിട്ട് വൈഫാണ് അമ്മിണി. സാറിന് മനസ്സിലായില്ലേ? എക്സ് മിനിസ്റ്റർ നാരായണൻ. പത്രത്തിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് കൊടുക്ക. ജനാർദ്ദനൻ, മുഖമുരയില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. 6 മാസത്തിനകം ഈ മന്ത്രിസഭ വീഴും. ഇല്ലെങ്കിൽ അത് വീഴ്ത്തണം. അതിന് ജനാർദ്ദന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും സർ? ഞാൻ ചെറിയൊരു യൂണിയൻ നേതാവല്ലേ. എത്ര കാലം താൻ ഈ യൂണിയനുമായിട്ട് നടക്കും? അടുത്ത പടിയിലേക്ക് കടക്കണ്ടേ? ജനാർദ്ദന് ഒരു മന്ത്രിയാവണ്ടേ?
ജനാർദ്ദൻ ഇപ്പോൾ വലിയൊരു യൂണിയൻ നേതാവാണ്. നിങ്ങൾ കൂടെ ഉണ്ടായാൽ അത് ഞങ്ങൾക്കൊരു ബലമാണ്. പക്ഷേ എനിക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും? അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് ഭരണകക്ഷിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണം. പ്രധാനപ്പെട്ട എല്ലാ തൊഴിൽശാലകളിലും സമരമുണ്ടാക്കണം. അക്കാര്യം ഞാനേറ്റു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ നിയോജക മണ്ഡലം ആർക്കും വിട്ടുകൊടുത്തുകൂടാ. സെയ്ദ് മുഹമ്മദിന്റെ പെട്രോ കെമിക്കൽ പരിപാടി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. അത് നമുക്ക് പൊളിക്കണം. നാളെ മുതൽ നമുക്ക് അവിടെ സമരം തുടങ്ങണം. അതിന് സമരത്തിന് കാരണം വേണ്ടേ? സമരത്തിന് കാരണം ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അതിനുള്ള പരിപാടികൾ ആരംഭിക്കും. വേദനയാണ്. കുറേശ്ശെ. എക്സ്റേ എടുത്തു? ഇല്ല. ഇല്ലേ? ഡോക്ടറെ വിളിച്ച് എക്സ്റേ എടുക്കാൻ പറയൂ. ശരി. മകളാണോ? മോളാ. എന്താ മോളുടെ പേര്? മീനു. ആ. രാമു, ഒന്ന് കാണണം. ഞാനിതാ വരുന്നു. ഇവിടെ അങ്ങനെ ആർക്കും അത്ര വലിയ പരിക്കൊന്നുമില്ല. നീ യൂണിയൻ ഓഫീസിൽ ചെന്നൊരു ജീപ്പ് എടുത്തോണ്ട് കുറെ ആളുകളെയും കൂട്ടി ഫാക്ടറി പടിക്കലോട്ട് ചെല്ല്. എന്തിനാ? KSTUC-ക്കാർ വലിയ സന്നാഹമായിട്ടാ പുറപ്പാട്. അവരെ തടയണം. തമ്മിൽ വെട്ടുമുതൽ നടത്താനോ? അതിന് എന്നെ ഇനി കിട്ടില്ല.